ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ അല്ല. ഈ ഇൻ്റർലോക്ക് കഴുകുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ പായലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. ഇൻ്റർലോക്ക് മൊത്തം മഴ പെയ്ത് പായലൊക്കെ പിടിച്ച് വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ കണ്ടായിരുന്നു. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ച് ഒരു 2 മണിക്കൂർ പായലൊക്കെ ഉള്ളെടുത്തിട്ട 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തേച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അത് തേച്ച് കഴിയിട്ട് അത് പോയില്ല. അപ്പോൾ പിന്നെ എന്തോ ചെയ്തു, ഇത് പെയിൻറ്റ് അടിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ് ഇൻ്റർലോക്കൊക്കെ ഒന്ന് കഴുകി തരണേന്ന് പറഞ്ഞു. അപ്പം അത് ഏകദേശം ഒരു 1000 രൂപയോളം വാടകയും വണ്ടിക്കൂലിയും എല്ലാം കൂടെ, പിന്നെ അവർക്കുള്ള കൂലിയെല്ലാം കൂടെ ഏകദേശം ഒരു 2000 രൂപയോളം ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളവരെ വിളിച്ച് അവർ രാവിലെ ഒരു 8:30 മണിക്ക് വന്നു. ഒരു 3-3:30-4 മണിക്കകത്ത് വെച്ച് ഇൻ്റർലോക്ക് മൊത്തം ഇത്രയും ഭാഗം, ഈ മതിലുകളും ഈ ഗേറ്റും പിന്നെ ഈ ഇൻ്റർലോക്ക് ഇവിടെ മൊത്തം കഴുകി വൃത്തിയാക്കി അവർ തന്ന്. അപ്പം നമ്മൾ വാങ്ങിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് 1/2 കിലോയുടെ ഒരു പാക്കറ്റാണ്. ഇതിന് ഏകദേശം 46 രൂപയാണ് ഈ ബ്ലീച്ചിങ് പൗഡറിന്. അപ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളിത് ചെയ്ത് നോക്കി. മഴ പെയ്യുന്ന സീസണായിരുന്നു. മഴ സമയത്ത് നമ്മളിത് പറക്കി ഇത് പൊട്ടിച്ച് അവിടെയൊക്കെ വിതറി കുറേ സമയം കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ 1.5-2 മണിക്കൂറിനകത്ത് തേച്ചൊക്കെ കഴുകിയിട്ടൊന്നും പോയൊന്നുമില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ അവരെ വിളിച്ചു, പെയിൻ്റ് അടിക്കാരെ വിളിച്ച് അവരതെല്ലാം ക്ലീനാക്കി മുറ്റം നല്ല സൂപ്പറാക്കി തന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇതിരുന്ന് കളിക്കുന്ന കണ്ടോ? അയാളെ തുണിയാണ് ഞാൻ എടുത്ത് കളഞ്ഞതാണ്. അത് കളഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്ന വേലയാണ്. അവൻ ഇൻ്റർലോക്ക് കഴുകുക കണ്ട് കളിക്കുക. തളർന്നു പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അവൻ്റെ കളി അവിടെ നടക്കട്ടെ. അങ്ങനെ നമ്മളിവിടെ വൃത്തിയാക്കി. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പായലൊക്കെ നമ്മളെ കൊണ്ട് തേച്ച് കഴുകാനൊന്നും അങ്ങനെയൊന്നും ഒക്കത്തില്ല. എത്ര സമയം കൊണ്ടാണ് നമ്മൾ തേച്ച് കഴുകുന്നത്. അപ്പോൾ അവരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ അവർ നിമിഷ നേരം കൊണ്ട് പമ്പ് സെറ്റ് കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട്, നമുക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതി, നല്ല ഭംഗിയായിട്ട് അവർ അവിടെ മുതൽ ഇവിടെ മൊത്തം, പിന്നെ സ്റ്റെയറും ഉണ്ടായിരുന്നു, അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി തന്നു. അപ്പം ബ്ലീച്ചിങ് പൗഡർ നല്ലൊരു അണുനാശിനിയല്ലേ. അപ്പം അത് നമ്മൾ കിണറിലൊക്കെ ഇടാനും പിന്നെ ഈ വേസ്റ്റുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇടാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചു. നമ്മൾ പറഞ്ഞു വന്നത് അതല്ല, ഇത് കണക്ക് പമ്പ് സെറ്റുകാരെ വിളിച്ചാൽ അവർ നിമിഷ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഭിത്തിയും പിന്നെ ഇൻ്റർലോക്ക് കഴുകാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഈ പമ്പ് സെറ്റ് തന്നെ വാങ്ങിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പായലും അവിടുത്തെ അഴുക്കും പൊടികളും എല്ലാം നല്ല ക്ലീനാക്കി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അതൊന്ന് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഈ ഇൻ്റർലോക്കുള്ള വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഓണസമയം ഇപ്പോൾ വർഷത്തിൽ 2 തവണയൊക്കെ നമ്മളിവിടെ കഴുകുകയൊക്കെ ചെയ്യും. പിന്നെ ഓണസമയമാകുമ്പോൾ നമുക്കറിയാമല്ലോ, പൊതുവേ നമ്മൾ മൊത്തത്തിൽ എല്ലാ വീടുകളിലും പെയിൻ്റടിയും കാര്യങ്ങളും ഒക്കെയാണ്, മതിൽ തേച്ച് ഒഴിവാക്കും. അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals that take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be 2 hearts running wild.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ടാറ്റ. എൻ്റെ കൊച്ചോടി തളർന്നു വന്നിരിക്കുക.